ചെറിയ കുട്ടികളുടെ മനസ്സിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്താലോ? കണ്ടോക്കാം. ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു വർക്കാട്ടോ അത്. 2 ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതുപോലത്തെ 2 ടോയ്സും പിന്നെ ഒരു കേക്കും കൊണ്ടു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടാണ് ഈ കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയച്ചത്. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല, ഈ ഡ്രസ്സ് വെക്കണോ, ചോക്ലേറ്റ്സ് വെക്കണോ, ഏത് ചോക്ലേറ്റ്സ് വെക്കണം, ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു തന്നെ. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആൾക്കൊരു ഐഡിയ ഒക്കെ കിട്ടുന്നത്. ഈവൻ കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു ബഡ്ജറ്റ് പോലും പറഞ്ഞിട്ടില്ല, എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിൻ്റേതായിട്ടുള്ള ഒരു ആർഭാടം നിങ്ങൾക്ക് ഈ ഒരു വർക്കിൽ കാണും ചെയ്യാം. ഞാൻ അത്യാവശ്യം ചോക്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങൾക്കും ഇതുപോലത്തെ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒരു വർക്കിന് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ റിബണും കൂടെ സെറ്റ് ചെയ്തിട്ട് ആ ലുക്കാണ് ഫിനിഷ് ചെയ്ത്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജ് അക്രിലിക് കട്ടിങ്, സ്റ്റിക്കിങ്. ഇതാണ് എല്ലാ ഹാമ്പറിൻ്റെയും ഫൈനൽ സ്റ്റേജ്. പിന്നെ സർപ്രൈസ് ചെയ്യിക്കാൻ പോവല്ലേ. പോണ വഴിക്ക് നമുക്ക് കേക്കും കൂടെ കളക്ട് ചെയ്യാണ്ട്. കേക്കും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കും ഹാമ്പറിൻ്റെയും ഡീറ്റെയിൽസ് കാണണ്ടേ? നമ്മൾ അടുത്തൊരു റീല് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ഇത്രേ ഉള്ളൂ.